രാത്രി ബറാഅ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇദാ കാനത് ലൈലത്തുൻ നിസ്ഫി ശഅബാൻ 15-ാം രാവ് ആയാൽ 14 അസ്തമിച്ച് 15ാമത്തെ രാവിലേക്ക് പ്രവേശിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അഅ്താലി കുല്ലി മലക്കിൻ സഹീഫാ, ഓരോ വകുപ്പിന്റെയും നേതൃത്വം വഹിക്കുന്ന മലക്കുകളെ വിളിച്ചു വരുത്തും. അസ്രായീൽ അലൈഹിസ്സലാം ഒരു വകുപ്പിന്റെ നേതൃത്വം വഹിക്കുന്ന മലക്കാണ്. മീകായിൽ അലൈഹിസ്സലാം ഒരു വകുപ്പിന്റെ നേതൃത്വം വഹിക്കുന്ന മലക്കാണ്. ഇങ്ങനെ ഓരോ വകുപ്പിന്റെയും നേതൃത്വം വഹിക്കുന്ന മലക്കുകളെ വിളിച്ചു വരുത്തിയിട്ട് ഈ ബറാഅത്തിന്റെ രാത്രി മുതൽ അടുത്ത ബറാഅത്തിന്റെ രാത്രി വരെ ഇന്ന പ്രദേശത്തൊക്കെ ഇത്ര ലിറ്റർ മഴ പെയ്യണം, ഇത്ര ശക്തിയിൽ കാറ്റടിക്കണം, ഇന്ന വിധത്തിലായിരിക്കണം റിസ്ക് വിതരണം ചെയ്യുന്നത് എന്ന് തുടങ്ങിയ ഒരു ലിസ്റ്റ്, ഒരു പ്രവർത്തന രൂപരേഖ അല്ലാഹു ബറാഅത്തിന്റെ രാത്രി, ഈ ബറാഅത്തിന്റെ രാത്രി കൊടുത്തു കഴിഞ്ഞു. അടുത്ത ബറാഅത്തിന്റെ രാത്രി വരെയുള്ള പ്രവർത്തന പദ്ധതി അല്ലാഹു തആല മലക്കുകളെ ഏൽപ്പിച്ചു. അസ്രായീലിന്റെ കയ്യിലേക്ക് ഒരു സഹീഫത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഏടിൽ എന്താണുള്ളത്? ഈ ബറാഅത്തിന്റെ രാത്രി മുതൽ അടുത്ത ബറാഅത്തിന്റെ രാത്രി വരെ ദുനിയാവിലെ ഇന്ന പ്രദേശങ്ങളിൽ, ഇന്ന സ്ഥലങ്ങളിൽ, ഇന്ന തറവാട്ടിൽ ജീവിച്ച ഇന്ന വാപ്പയുടെയും ഉമ്മയുടെയും മകനായി പിറന്ന അവന്റെ ഇസ്മലം ഇന്നതാണ്, അവന്റെ ലഖബലം ഇന്നതാണ്, ഉമ്മയും വാപ്പയും അവർ വെച്ച പേരിന്നതാണ്, നാട്ടിലെ വികൃതി പേരിന്നതാണ്, ജനങ്ങൾ അവനെ പ്രശംസിച്ചു പറയുന്ന പേരിന്നതാണ്, അവന്റെ മുഴുവൻ വിവരങ്ങളും അടങ്ങിയ ഒരു സഹീഫത്ത് അവന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അസ്രായീൽ ആ സഹീഫത്തും ഏറ്റുവാങ്ങി. കഴിഞ്ഞ ബറാഅത്തിന്റെ രാത്രിയിൽ അസ്രായീൽ ഇറങ്ങിക്കഴിഞ്ഞു. നമ്മുടെ എല്ലാവരുടെ വീടുകളിലൂടെ അസ്രായീൽ നടക്കുകയാണ്. എന്റെ വീട്ടിൽ വരുന്നു, എന്റെ മുഖത്തേക്കൊന്ന് നോക്കുന്നു, ഈ സഹീഫത്തിലേക്ക് നോക്കുന്നു, എന്നിട്ട് സമയമായിട്ടില്ലെന്ന് കാണുമ്പോ തിരിച്ചു പോകുന്നു. വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് വരുന്നു, എന്റെ മുഖത്തേക്ക് നോക്കുന്നു, ഈ സഹീഫത്തിലേക്ക് നോക്കുന്നു, എന്നിട്ട് അസ്രായീൽ തിരിച്ചു പോകുന്നു. വീണ്ടും എന്റെ വീട്ടിൽ എന്റെ മുഖത്തേക്കൊന്ന് നോക്കും, ഈ പുസ്തകത്തിലേക്കൊന്ന് നോക്കും, സമയമായിട്ടുണ്ടോ നോക്കും, ഇല്ലെന്ന് കാണുമ്പോ തിരിച്ചു പോകും. അങ്ങനെ ഓരോ മനുഷ്യന്റെ വീട്ടിലും എന്റെയും നിങ്ങളുടെയും ഒക്കെ വീടുകളിൽ അസ്രായീൽ എല്ലാ ദിവസവും കയറിയിറങ്ങുന്നു. ഇന്ന് കയറിയിറങ്ങിപ്പോയി, ഇന്നലെ കയറിയിറങ്ങിപ്പോയി. നമ്മുടെ മുഖത്തേക്ക് അസ്രായീൽ നോക്കി എത്ര പ്രാവശ്യം ബറാഅ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണുന്നു. മുസ്തഫ നബി തങ്ങൾ പറയുന്നു, 70 പ്രാവശ്യം അസ്രായീൽ എന്റെയും നിങ്ങളുടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ടിറങ്ങി പോകുന്നു എന്ന് പറയുമ്പോ ഒരൊറ്റ പ്രാവശ്യം ആ അസ്രായീലിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിന് പരിവർത്തനം വരുത്തിയിട്ടുണ്ടോ സഹോദരങ്ങളെ? നാം മരണവുമായുള്ള ചിന്തയും എത്രമാത്രം ബന്ധമുണ്ട്? മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മെ എത്ര കണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്? 70 പ്രാവശ്യം എത്രയെത്ര മനുഷ്യന്മാർ നിർഭയമായ ഒരു രാവിലെയാകുന്നു, വൈകുന്നേരമാകുന്നു, ഒരു പേടിയും ബേജാറുമില്ല, സുരക്ഷിതമായ ഒരു രാവിലെ എഴുന്നേറ്റ് പുറത്തു ചാടും, വൈകുന്നേരം തിരിച്ചവന്റെ വിരിപ്പിലേക്ക് മടങ്ങിയെത്തും. യാതൊന്നും പേടിയില്ല, യാതൊന്നും ചിന്തയുമില്ല, ഒന്നുമില്ലാത്ത എത്രയെത്ര മനുഷ്യന്മാർ അവരെങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ അടുത്ത ടെക്സ്റ്റൈൽസിൽ എന്നെ പൊതിഞ്ഞു കൊണ്ടുപോകാനുള്ള കഫം തുണി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്, അടുത്ത ടെക്സ്റ്റൈൽസിൽ വന്നിട്ടുണ്ട്, അടുത്ത മില്ലിൽ നെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നെ 3 ഘട്ടം തുണിയിൽ പൊതിഞ്ഞ് അവസാനത്തെ കെട്ടും കെട്ടിക്കൊണ്ടുപോകാനുള്ള കഫം പുടവ ഈ ടെക്സ്റ്റൈൽസിൽ വന്നിട്ടുണ്ട്. അതുപോലും അവൻ ചിന്തിക്കുന്നില്ല, അറിയുന്നില്ല. എനിക്കുള്ള കഫംപടം അവിടെ വന്നിട്ടുണ്ടെന്നുള്ള എനിക്കറിഞ്ഞൂടാ. ആ മരണത്തെ കുറിച്ച് അത്രയും നമുക്ക് ചിന്തയില്ല. നാം രാവിലെ ആകുന്നു, വൈകുന്നേരമാകുന്നു, ദിവസങ്ങൾ എങ്ങനെ പോകുന്നു, സുഖമായി കഴിഞ്ഞുകൂടുന്നു. ഒരു പേടിയും ബേജാറും നമുക്കില്ല. തൊട്ടടുത്ത കടയിൽ നമ്മെ പൊതിയാനുള്ള 3 കഷ്ണം തുണി തയ്യാറായിട്ടുണ്ട്.